അപ്പോൾ അടുത്ത സെഗ്മെൻ്റ് ആയിട്ടുള്ള സവാരി ഗിരിഗിരിയിൽ കയറുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു വ്യക്തിയുണ്ട്, ഒരു ആക്ട്രസ് ഉണ്ട്, മാളവിക മേനോൻ. ജോസഫ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ, അന്യഭാഷാ ചിത്രങ്ങളിൽ, ഒരുപാട് ചിത്രങ്ങളിലൊക്കെ നല്ല വേഷം കാഴ്ചവെച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ് മാളവിക മേനോൻ. നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഹലോ മാളവിക. ഹായ് ശ്രീ ചേട്ടാ. എന്തുകൊണ്ട്, സുഖമായിരിക്കുന്നു? നമസ്കാരം. നമസ്കാരം. സുഖം എന്ന് പറയാം, കുഴപ്പമില്ലാതെ പോകുന്നു. അതായത് ഇപ്പൊ താമസിക്കുന്ന എറണാകുളത്താണോ അതോ? അതെ അതെ, ഇപ്പൊ എറണാകുളത്താണ്. എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കിന് വേണ്ടി മാത്രം താമസിക്കുന്നുള്ളൂ. പ്രോപ്പർ വീട് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരാണ്. അത് ശരി. അതെ. അപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ സുഖമായിട്ട് പോവാല്ലേ? എന്നും പോവാല്ലോ. പോവാറുണ്ട്. ഇപ്പൊ എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചു കാണും? അതായത് ജോസഫില് ഞാൻ കണ്ടായിരുന്നു, പിന്നെ അല്ലാതുള്ള ചിത്രങ്ങൾ ഇപ്പോ മലയാളം തമിഴ് എല്ലാം കൂടെ ഒരു 30 ഫിലിംസ് ചെയ്തിട്ടുണ്ടാവും. 30 പടം. ദൈവമേ. അത് മറ്റുള്ളവരെ അപേക്ഷ അങ്ങനെ കൂടുതലല്ല, എന്നാലും ഇങ്ങനെ പിച്ച് വെച്ച് വരുന്നു. എത്ര വർഷമായി ഇൻഡസ്ട്രി വന്നിട്ട്? ഒരു 8-9 ആവണു. 9 years ആയി. ആരുടെ കൂടെയാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരാളായിട്ട് മാത്രല്ല, ജയറാമേട്ടനായിട്ട് 2-3 ഫിലിംസ് ചെയ്തു. പിന്നെ എല്ലാവരും പുതിയ ഒരു സെയിം ടീമായിട്ട് അങ്ങനെ ഞാൻ പിന്നെയും ചെയ്തിട്ടില്ല. ജോർജ് ചേട്ടനായിട്ട് ജോസഫിലും കുറിഞ്ചുമറിയും അതേപോലെ ചെയ്തു. അഗൈൻ അടുപ്പിച്ച 2 ഫിലിംസ് അങ്ങനെ ചെയ്തു. ഏത് കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? എല്ലാം ഒരുപോലാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഏത് പാട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപോലാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് എനിക്ക് അങ്ങനെ ദേവയാനം എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ ചെയ്തിരുന്നു. അതിലെ KPSC ലളിതാണ്ടി മെയിൻ കഥാപാത്രമായി വരുന്ന ഒരു ഓഫ് ബീറ്റ് ഫിലിമാണ്. അതില് ഞാൻ വന്നിട്ട് ഒരു അഗ്രഹാരത്തിലെ എന്തോ ഒരു ബ്രാഹ്മിൻ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ചെയ്തത്. അതെനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആണ്. അതുപോലെ ഞാൻ മേരിക്കുട്ടിയിലെ ജയേട്ടൻ അനീതിയായിട്ട് ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രം. ഞാൻ ചെയ്തതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു കഥാപാത്രമാണ് ഞാൻ മേരിക്കുട്ടിയിലെ എന്റെ. അപ്പോ എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു. ഞാൻ പൊതുവെ പാവമായിട്ട് എന്റെ ഏജിനൊത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോ കുറച്ച് ദേഷ്യക്കാരിയും കുറച്ച് കുശുമ്പൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ട് അതിൽ ചെയ്ത് അതെനിക്കും ഭയങ്കര ഇഷ്ടമായി ചെയ്യാൻ. മാളവിക ശരിക്കും ദേഷ്യക്കാരിയാണോ അതോ പാവമാണോ? ദേഷ്യക്കാരിയൊന്നുമല്ല. എന്നെ അത്രയും എന്താ പറയാ, ഒരു നല്ല പേഷ്യൻസ് ഉണ്ട് എനിക്ക്. അത് കടന്നു പോയാൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു ദേഷ്യം വരുള്ളൂ. പിന്നെ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കല് കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കും ആരുടെ അടുത്തും. ഓക്കെ, അപ്പോൾ നമ്മള് സവാരി ഗിരിഗിരി എന്ന സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ 4 ചോദ്യമാണ് ഉള്ളത്. അതിന് സഹായിക്കണം, കാരണം നമ്മുടെ കൃഷ്ണയാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്. ഹായ് കൃഷ്ണ. ഹായ് ഹായ്. എന്തൊക്കെയുണ്ട്, എങ്ങനെ പോണു? സുഖമാണ്. അപ്പോ നമ്മൾ ആരംഭിക്കുകയാണ് സവാരി ഗിരിഗിരി. മാളവിക, ഇന്ന് ചോദ്യങ്ങളെല്ലാം ഗാന്ധർവം എന്നുള്ള സിനിമയിൽ നിന്നാണ്. ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. സവാരി ഗിരിഗിരിയിൽ ഇതാ ആദ്യത്തെ ചോദ്യം. ഈ സിനിമയിൽ നായകന് നായികയുടെ ഒരു സ്കാർഫ് കളഞ്ഞു കിട്ടുന്നുണ്ട്. ആ സ്കാർഫിന്റെ നിറം എന്താണ്? A മഞ്ഞ, B നീല, C പിങ്ക്. നായകന് നായികയുടെ ഒരു സ്കാർഫ് കിട്ടുന്നു. സ്കാർഫ് മനസ്സിലായി? പിങ്ക്. സി ആണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. സി ആണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. പിങ്ക് ആണോന്ന് ഹെൽപ്പ് ചെയ്യും. മൂവി എന്താ പറയാ, ഞാൻ കുറെ നാൾ മുമ്പ് കണ്ടതാണ്. പിന്നെ ഈ ഇടയ്ക്ക് ലോക്ക്ഡൌണിൽ എപ്പോഴും ഇങ്ങനെ ഏതോ ചാനലിൽ വന്നപ്പോ കണ്ട ഒരു ഓർമ്മയുണ്ട്. അത് വെച്ച് പറയാണ് യെല്ലോ. മഞ്ഞ എടുത്തിട്ട് പൂട്ടട്ടെ? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു.
സോ മാളവികയുടെ കൂടെ പോവാൻ നമുക്ക്, അതായിരിക്കും ബുദ്ധി. അതെ അതെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോ എ മഞ്ഞ ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ, ഓക്കെ, അവിടെ കിടക്കട്ടെ. എനിക്ക് മാളവികയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അയ്യോ മാളവിക, എന്താണ്? ആ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കോൽ ഏതാണ്? കൊണ്ട് നടക്കുന്ന കോലോ? കുസൃതി ചോദ്യമാണല്ലേ? ആ, കുസൃതി ചോദ്യമാണ്. എന്തെങ്കിലും ക്ലൂ തരുമോ ശ്രീ ചേട്ടാ? എന്നും കൊണ്ട് നടക്കും. നിങ്ങൾ വെളിയിൽ പോകാറില്ലേ? വെളിയിലൊക്കെ യാത്ര ചെയ്യാൻ പോകില്ലേ? പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഒക്കെ അത് അതിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ആ ഇതിന് ഞാൻ ഇത്ര ആലോചിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ അതാ ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇട്ട് പൂട്ടണ്ടേ, തിരിച്ചു വരുമ്പോ തുറക്കണ്ടേ. താക്കോലാണ് താക്കോൽ. ഓക്കെ, ഭാഗ്യം. അപ്പൊ കൃഷ്ണ പറഞ്ഞിരിക്കുന്നത് മഞ്ഞയാണ്, യെല്ലോ. ആൻസർ ഈസ് കറക്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്, കറക്റ്റ് ആൻസർ. താങ്ക് യു മാളവിക.